നമസ്കാരം. ഞാനാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് യൂട്യൂബ് ചാനലിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് എന്നും ജ്യോതിഷപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം 2024 ഡിസംബർ മാസം 31 സർവീശ്വര പൂജ ചെയ്യുന്നുണ്ട്. 2025 വർഷം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി മഹാദേവ സന്നിധിയിൽ ഒരു സർവീശ്വര പൂജ ഡിസംബർ മാസം 31 രാത്രി 11:30 മുതൽ 12:10 വരെയുള്ള സമയത്ത് ചെയ്യുന്നുണ്ട്. അതിലെല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളാകണം. എല്ലാവരുടെയും കുടുംബം 2025 വർഷം അനുഗ്രഹിക്കപ്പെടണം. നിങ്ങളുടെ കുടുംബത്തിൽ രോഗത്താലോ ദുഃഖത്താലോ ഒരു പ്രയാസമോ പ്രതിസന്ധി ഉണ്ടാകാതെ മഹാദേവൻ നിങ്ങളെല്ലാവരെയും കാത്തുപരിപാലിക്കണം. അതിനുവേണ്ടി മുന്നമേ മഹാദേവനെ അറിയുകയാണ്. 2025 വർഷം മഹാദേവനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടാകുവാൻ, കുടുംബത്തിലുണ്ടാകുവാൻ, മക്കളുടെ മേലുണ്ടാകുവാൻ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുവാൻ, നിങ്ങളുടെ തൊഴിൽ മേഖലയിലുണ്ടാകുവാൻ മഹാദേവനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നു. ഈ സർവീശ്വര പൂജയിൽ പ്രിയപ്പെട്ടവരെല്ലാവരും പങ്കാളികളാകണം. ആരും ഉപേക്ഷ വിചാരിക്കരുത്. എന്നെ ഓഫീസിൽ വന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ എന്നെ അറിയാം, അല്ലാത്തവരൊക്കെ എന്നെ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി സർവീശ്വര പൂജയിൽ പങ്കുചേരുക. എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ചേരണം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇനിയും നമുക്ക് 2024 ഡിസംബർ മാസം 28 ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ കാര്യങ്ങൾ ചിന്തിക്കാം. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് ധനുമാസം 11 ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ പൗഷമാസം 7 സൂര്യോദയം രാവിലെ 6:38 അസ്തമയം വൈകുന്നേരം 6:08 തിഥി ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി ഞായറാഴ്ച പുലർച്ചെ വരെയുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 3:32 വരെ ത്രയോദശി തിഥിയുണ്ട്. ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 10:30 അവസാനിക്കുന്നത് ശനിയാഴ്ച രാവിലെ 10:15 അപ്പോൾ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രം. ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു. വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ നീചരാശിയാണ്. നീചഭംഗ രാജയോഗം വന്നു ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വയുടെ ഉച്ചക്ഷേത്രത്തിൻ്റെ അധിപൻ ശനിയാണ്. അതായത് ഉച്ചക്ഷേത്രം എന്ന് പറഞ്ഞാൽ മകരൻ രാശിയാണ്. മകരൻ രാശിയുടെ അധിപൻ ശനിയാണ്. ശനി ഈ കേന്ദ്രത്തിൽ, ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ നീചഭംഗ രാജയോഗം സംഭവിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ചന്ദ്രൻ ബലവാനല്ല. നീചഭംഗ രാജയോഗം, ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോഴാണ് നീചത്വം ഉണ്ടാകുന്നത്. അപ്പോൾ ആ നീചഭംഗം വന്നു ചേർന്നാൽ പോലും ചന്ദ്രന് പക്ഷബലമില്ല. എന്ന് പറഞ്ഞാൽ അമാവാസിയുടെ അടുത്ത് വരുന്നു. കറുത്ത പക്ഷ ചന്ദ്രനാണ്, ബലമില്ലാത്തൊരു ചന്ദ്രനാണ്. നീചത്വം മാറിയാലും ചന്ദ്രന് ബലമില്ല. മാത്രമല്ല ചന്ദ്രന് ശത്രുത വന്നു ചേരുന്നു, ശനിയുടെ ദൃഷ്ടി വന്നു ചേരുന്നു. എന്നാൽ ഈ ശനിക്കൊരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നെങ്കിൽ നീചഭംഗ രാജയോഗം കിട്ടിയനി. ചൊവ്വയുടെ ശത്രുത നിറഞ്ഞ ദൃഷ്ടിയാണ് ശനിക്ക് വരുന്നത്. ശനി ചൊവ്വയെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഈ ശനിക്ക് വരുന്നത് കൊണ്ട് ചൊവ്വയുടെ ദൃഷ്ടി, ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്നുകൊണ്ട് 7ലേക്കും 8ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനിയുടെ കേന്ദ്രത്തിലേക്കും അതുപോലെ തന്നെ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിനെയും ദൃഷ്ടി വരുന്നുണ്ട്. കുംഭൻ രാശിയിലും മകരൻ രാശിയിലും ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ നീചഭംഗ രാജയോഗം എന്ന് പറയുന്ന സകല രാജാക്കന്മാരാലും വന്ദിക്കപ്പെടുന്ന ഒരു ജീവിതാനുഭവം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ നീചഭംഗ രാജയോഗം വന്നു ചേരുന്നു. പക്ഷെങ്കിൽ നീചഭംഗ രാജയോഗം വന്നു ചേരണമെങ്കിൽ പക്ഷബലമുള്ളൊരു ചന്ദ്രനായിരിക്കണം. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോൾ പല വീഡിയോകളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം, ചന്ദ്രന് നീചഭംഗ രാജയോഗം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ വസ്തുത എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വെളുത്ത പക്ഷ ചന്ദ്രനായിരുന്നുവെങ്കിൽ ചന്ദ്രന് നല്ല ബലമുണ്ട്. അപ്പോൾ ഒരു ശത്രുത വന്നാൽ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. നമുക്ക് കൊറോണ വന്ന ആ ആരംഭ സമയം എന്ന് പറഞ്ഞാൽ ശനി മകരൻ രാശിയിലേക്ക് വരുന്നു. അപ്പോൾ നേരെ എതിർവശത്ത് ചന്ദ്രൻ കറുത്തപക്ഷ ചന്ദ്രനാണ്, ബലമില്ലാത്തൊരു ചന്ദ്രനാണ്. അപ്പോൾ ആ ചന്ദ്രന് ശനിയെ പ്രതിരോധിക്കാൻ, ശനിയുടെ ശത്രുതയെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലായിരുന്നതുകൊണ്ട് ശനി മകരൻ രാശി വിട്ട് കുംഭൻ രാശി പോകുന്ന 2.5 വർഷം വരെ നമ്മൾ കൊറോണ അനുഭവിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നീചഭംഗ രാജയോഗമുണ്ടോ? ഉണ്ട്, അതെ. പക്ഷെങ്കിൽ ഈ ചന്ദ്രൻ പക്ഷബലം ഇല്ലാത്തൊരു ചന്ദ്രനായതുകൊണ്ട് നീചഭംഗ രാജയോഗം അനിഴ നക്ഷത്ര ജാതകരായ കുട്ടികൾക്ക് ലഭിക്കണമെന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഒരുപക്ഷെ ഗ്രഹനിലയൊക്കെ തയ്യാറാക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ എഴുതി തന്നാൽ
അത് കണ്ട് പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടി ആകാംക്ഷയോടു കൂടിയൊക്കെ ഇരിക്കും. പക്ഷേങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ശരിക്കും വ്യാഖ്യാനിച്ചാൽ അങ്ങനെയാണ് വരിക. പക്ഷബലമുള്ള ചന്ദ്രനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീചഭംഗ രാജയോഗം വന്നു ചേർന്നേനെ. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഈ ശനിയാഴ്ച ദിവസത്തെ മറ്റ് ജ്യോതിഷപരമായ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിച്ചാൽ മേടക്കുറുകാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. മേടക്കുറുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. അഷ്ടമം കൊണ്ട് ചിന്തിക്കുന്നത് നമ്മുടെ ദൈർഘ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്, നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭാവമാണ് 8ാം ഭാവം. അപ്പം ബലമില്ലാത്തൊരു ചന്ദ്രൻ ഈ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അവിടെ ശനിയുടെ ശത്രുത വന്നു ചേരുമ്പോൾ ആപത്തനർത്ഥങ്ങൾ, രോഗങ്ങൾ, പ്രതികൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം, മേടക്കുറുകാർ സൂക്ഷിക്കണം. അവരുടെ അഷ്ടമരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. നീചഭംഗം ഉണ്ടായാൽ പോലും ബലമില്ലാത്തൊരു ചന്ദ്രനായതുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് 27 നക്ഷത്ര ജാതകർക്കും അതിനെ ബേസ് ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജനിച്ച സമയത്ത് ഏതൊക്കെ നാളുകാർക്ക് അല്ലെങ്കിൽ ജനിച്ച സമയത്ത് ചന്ദ്രൻ ഗ്രഹനില പ്രകാരം ബലമില്ലാത്ത ഒരു ഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് കറുത്ത പക്ഷത്തിലാണ് അല്ലെങ്കിൽ അമാവാസ്യയുടെ അടുത്ത സമയത്ത് ജനിച്ച കുട്ടികൾക്കെല്ലാം മോശമായ ആരോഗ്യസ്ഥിതി ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അത് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആശുപത്രിയിൽ അഭയം പ്രാപിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതും ഈ ചന്ദ്രനെ ബേസ് ചെയ്താണല്ലോ നമ്മുടെ ആരോഗ്യം, മാനസികവും ശാരീരികവുമായ കാര്യങ്ങളെല്ലാം ചന്ദ്രനെ ബേസ് ചെയ്താണ് ജ്യോതിഷത്തിൽ കൂടി പറയുന്നത്. അപ്പോൾ അതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഇനി ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ചിത്തിര, ഉത്രം, പൂയം, ആയില്യം, പൂരുട്ടാതി, ഉത്രട്ടാതി, വിശാഖം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ്. ചിത്തിര, ഉത്രം, പൂയം, ആയില്യം, പൂരുട്ടാതി, ഉത്രട്ടാതി, വിശാഖം എന്നീ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകാർ, പ്രതികൂലം ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളത് അശ്വതി, ഭരണി, കാർത്തികക്കാൽ, മകം, അത്തം, ചോതി ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം, ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി സമയം ആഗ്രഹിക്കുന്നവർക്കായിട്ട് സമയം പറഞ്ഞുതരാം, ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 8:08 മുതൽ 9:38 വരെയുള്ള ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11:08 മുതൽ 12:38 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 2:08 മുതൽ 5:08 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി ചിന്തിക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 28 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2 + 8 = 10, 10 നെ 1 + 0 = 1. അപ്പോൾ ഏതൊരു മാസത്തെ 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ സംഖ്യാശാസ്ത്രം പറയുന്ന പരിഹാരം എന്ന് പറഞ്ഞാൽ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ആമുഖമായി പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ 1-2 ദിവസം ഈ ജ്യോതിഷപരമായ പ്രത്യേകതകളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മൂകാംബിക യാത്രയിലായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് സമയം കിട്ടിയില്ല ചെയ്യുവാൻ. അതുകൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടിൽ സ്ഥിരം വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായതിൽ ഞാൻ ഖേദിക്കുന്നു. പ്രിയപ്പെട്ടവർ എന്നോട് സഹകരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും 2024 ഡിസംബർ മാസം 31 നടക്കുന്ന സർവേശ്വര പൂജയിൽ പങ്കുചേരാനും ശ്രമിക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നതല്ല, നിങ്ങളുടെ മനസ്സിൽ മഹാദേവൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ചേരുക കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന ഈ അധ്യായത്തിലെ അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശനിയാഴ്ച ദിവസം അനിഴ നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അവിട്ടം, പൂരാടം, ഉത്രട്ടാതി, ഭരണി, മകരം, പൂയം, അനിഴം, ചിത്തിര, പൂരം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. വളരെ സൂക്ഷിക്കണം. പ്രാർത്ഥന
ഭക്തി ഇതൊക്കെ അതിൻ്റെ ഒരു പ്രതിരോധ മാർഗമാണ്. നിങ്ങൾ ആരെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത് അവരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുക, അവരെ മനസ്സിൽ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളോ ആപത്തനർത്ഥങ്ങളോ ഒന്നും ഉണ്ടാകരുത്. കാരണം ഈ ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ചന്ദ്രനുമേൽ ശനിയുടെ ദൃഷ്ടി വരുന്നു, ശനിക്ക് ചൊവ്വയുടെ ദൃഷ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശത്രുത നിറഞ്ഞ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ചിലരൊക്കെ തളർന്ന് വീഴും, ചിലർക്ക് BP കൂടും, പാരലൈസ് ആകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രതികൂലമായ അനുഭവങ്ങളെ നേരിടുവാൻ വേണ്ടി നമ്മൾ മാനസികമായും ശാരീരികമായും സംഭരിക്കുന്ന ഒരു ഊർജ്ജമാണ് പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരുമ്പോൾ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ എല്ലാവരും അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ജാഗ്രത പാലിക്കുക. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.